ഓക്കെ, സോ ഹായ് ഓൾ, വെൽക്കം ടു ACB അക്കാഡമി. എല്ലാവർക്കും ACB അക്കാഡമി പുതിയൊരു സെക്ഷനിലേക്ക് സ്വാഗതം. സോ നമ്മുടെ ഒക്ടോബർ 10 നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻസ് വളരെ അടുത്തെത്തി കഴിഞ്ഞു അല്ലേ. നമുക്കൊരു 15 തീയതി ആകുമ്പോഴത്തേക്ക് എന്താണ് നോട്ടിഫിക്കേഷൻ വരികയാണ്. സോ ഒരു ഡേറ്റ് ഇത്രയും അടുത്തെത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ഓൾറെഡി കുറേ പേര് അവരുടെ പഠിത്തവും കാര്യങ്ങളും എല്ലാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ കോഴ്സിന്റെ ഭാഗമായിട്ടും അല്ലാതെയും എല്ലാം ഒരുപാട് പേര് ഓൾറെഡി നമ്മുടെ പഠിത്തവും കാര്യങ്ങളും എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ. പക്ഷേ ഇപ്പോഴും സ്റ്റിൽ കുറേ പേർക്ക് സംശയമുണ്ട്. ഇതുപോലെ ആദ്യമായിട്ട് ഡിഗ്രിയുടെ എക്സാംസ് എഴുതുന്നവരുണ്ട്. ഡിഗ്രി അല്ലെ ഇതുവരെ 12th ലെവൽ അല്ലെങ്കിൽ 10th ലെവലൊക്കെ എക്സാംസ് മാത്രം അറ്റൻഡ് ചെയ്തിട്ട് ആദ്യമായിട്ട് നമ്മൾ ഡിഗ്രിയുടെ എക്സാംസിലേക്ക് വരുന്നവരുണ്ടായിരിക്കും. ആദ്യമായിട്ട് നമുക്ക് പറഞ്ഞ പ്രിലിംസ് മെയിൻസ് 2 സ്റ്റേജിലായിട്ട് നടക്കുന്ന എക്സാംസിലേക്കും കാര്യങ്ങളിലേക്കും ഒക്കെ എത്തിയവരുണ്ടായിരിക്കും അല്ലേ. സോ അങ്ങനെയുള്ളവർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെ പഠിച്ചു തുടങ്ങണം? നമ്മൾ ഈ പറഞ്ഞിട്ട് വിത്തിൻ ഒരു 10 മാസത്തിൽ നമുക്ക് എന്ത് വരുന്നുണ്ട്, ബാക്കി എന്നത്തേക്കൊന്ന് പ്രിലിംസ് എക്സാംസ് വരും. അങ്ങനെയാണെങ്കിൽ ഈ രണ്ടിനും കൂടെ നമുക്ക് എങ്ങനെയാണ് ഇതിനു വേണ്ടി ഒരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യാൻ പറ്റുക അല്ലേ. എങ്ങനെയാണ് ആദ്യമായിട്ട് ഈ പറയുന്നത് പോലെ ഒരു പ്രിലിംസ് കം മെയിൻസ് എന്നൊക്കെയുള്ള ഒരു എക്സാംസ് വരുമ്പോഴത്തേക്ക് നമ്മൾ എങ്ങനെ പഠിക്കണം, ഏതിന് കൂടുതൽ ഫോക്കസ് കൊടുക്കണം? നമ്മൾ പ്രിലിംസിനാണോ ഫോക്കസ് കൊടുക്കേണ്ടത് അതോ മെയിൻസിന് ഫോക്കസ് കൊടുക്കണോ? നമ്മൾ ആദ്യമേ പ്രിലിംസിന് ഫോക്കസ് കൊടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മെയിൻസ് അത്യാവശ്യം പഠിക്കാനുള്ള ടൈം നമുക്ക് കിട്ടുമോ? എല്ലാം നമ്മൾ നോക്കാറുണ്ട് അല്ലേ. സോ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ എല്ലാം ഡേറ്റുകളും നോക്കാം. നമുക്ക് എന്നത്തേക്ക് മെയിൻസ് വരും, ഓരോന്നിനും പഠിക്കാനായിട്ട് എത്ര നാൾ കിട്ടും, ഇതൊക്കെ നമുക്ക് ഓൾറെഡി നോക്കണമല്ലോ. നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ് നോട്ടിഫിക്കേഷൻ നമുക്ക് എന്നത്തേക്ക് വരും. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഒക്ടോബറിൽ അല്ലേ. ഒക്ടോബർ 15 കഴിയാകുമ്പോൾ തന്നെ നമുക്ക് എന്ത് വരും, നമുക്ക് കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് ഓൾറെഡി വരും. അപ്പോൾ പിന്നെ നമുക്ക് സമയമുണ്ടോ? പിന്നെ നമുക്ക് എക്സാംസിന് പഠിക്കാനായിട്ട് എത്ര നാൾ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്രയും നമ്മൾ സിലബസ് ഒക്കെ ഓൾറെഡി നമ്മളിപ്പം ഡിസ്കസ് ചെയ്യും. എങ്കിലും കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞാണല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു ഒക്ടോബറിൽ നമുക്ക് ഈ പറഞ്ഞ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിതേ റാങ്ക് ലിസ്റ്റ് 2027 എന്ത് ചെയ്തിരിക്കണം, വന്നിരിക്കണം അല്ലേ. കാരണം 2024 ലാസ്റ്റ് ലിസ്റ്റ് വന്നിരിക്കുന്നത്. 2024 മാർച്ചിലാണ് എന്ത് വരുന്നത്, നമ്മുടെ ലാസ്റ്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ ലിസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഓഫ് കോഴ്സ് ഇങ്ങനെ 3 വർഷമാണ് കാലാവധി, 3 വർഷമാണ്. അപ്പോൾ 27 എന്തായാലും നിങ്ങൾക്ക് അടുത്ത ലിസ്റ്റ് വരണ്ടേ. അപ്പോൾ 27 അടുത്ത ലിസ്റ്റ് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് നടന്നിരിക്കണം? 26 എൻഡോട് കൂടി തന്നെ നിങ്ങൾക്ക് എന്ത് നടന്നിരിക്കണം, എക്സാം മെയിൻസ് നടന്നിരിക്കണം. കാര്യം മെയിൻസ് നടന്നിട്ടല്ല നിങ്ങൾക്ക് അടുത്ത് ഇത് വരുത്തുള്ളൂ, ലിസ്റ്റ് വരണമെങ്കിൽ മെയിൻസ് നടക്കണ്ടേ. അപ്പം മെയിൻസ് നമുക്ക് ഈ പറഞ്ഞിട്ട് 2026 എൻഡിലേക്ക് നടക്കണം എന്നുണ്ടെങ്കിൽ പ്രിലിംസ് നമുക്ക് പകുതിയോടുകൂടി തന്നെ 2026 മെയ് ജൂൺ ജൂലൈ മാസങ്ങളിൽ നമുക്ക് മാക്സിമം മെയിൽ തന്നെ പ്രതീക്ഷ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സ്റ്റഡി പ്ലാനും കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാം. കാരണം പകുതിയോടെ എന്ത് നടന്നിരിക്കണം, എക്സാം നടക്കണം, പ്രിലിംസ് നടന്നിരിക്കണം. അത് ഞാൻ പറഞ്ഞല്ലോ, കോമൺ ആയിട്ട് എനിക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അതുപോലെ എല്ലാത്തിൻ്റെയും നോട്ടിഫിക്കേഷൻ കമ്പനി ബോർഡ് സ്റ്റാർട്ടിങ് മാത്രമാണ്. ഇനി അങ്ങോട്ട് ഡിഗ്രി ലെവൽ എക്സാംസ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, SBCAD അങ്ങനത്തെ ഒരുപാട് എക്സാമുകളുടെ നോട്ടിഫിക്കേഷൻസ് വരാനുണ്ട്. അപ്പോൾ ഇതിനെല്ലാം കൂടിയുള്ള ഒരു കോമൺ പ്രിലിംസ് ആണ് നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഈ പറയുന്ന പോലെ ഒരു 10 മാസം മാത്രമേ, ഓൾമോസ്റ്റ് ഒരു 10 മാസത്തോളം മാത്രമേ നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ, മാക്സിമം നമുക്ക് പ്രിലിംസ് എക്സാംസിന് വേണ്ടി വരുന്നുള്ളൂ. അങ്ങേയറ്റമാണ് ഞാൻ പറയുന്നത്, അങ്ങേയറ്റം അത്രയും നാൾ മാത്രമേ നമുക്ക് എന്തിനു വരുന്നുള്ളൂ, പ്രിലിംസിന് വരുന്നുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് പ്രിലിംസ് എക്സാം അറ്റൻഡ് ചെയ്യുക, ഡിഗ്രി പ്രിലിംസ് ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്നവർ കാണും, ബാക്കി എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർ കാണും. സോ എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു കോമൺ സ്റ്റഡി പ്ലാൻ ആണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ നിങ്ങൾ പഠിച്ചു തുടങ്ങണം. ആദ്യം തന്നെ നമുക്ക് എന്തായാലും പ്രിലിംസ് ആണല്ലോ നമുക്ക് ആദ്യം വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഏതിൻ്റെ സിലബസ് നോക്കാം, പ്രിലിംസിൻ്റെ സിലബസ് നോക്കാം. പ്രിലിംസിൻ്റെ സിലബസ് വരുമ്പോഴത്തേക്ക് 2021 തൊട്ട് ഇതുവരെ നമുക്ക് ഓക്കെ ലേറ്റസ്റ്റ് സിലബസ് വന്നിട്ടില്ല എങ്കിൽ പോലും 2021 ശേഷം നടന്നിരിക്കുന്ന എല്ലാ ഡിഗ്രി പ്രിലിംസിനും നമുക്ക് എന്താണ് കോമൺ സിലബസ് ആണ് 2021 ശേഷം. അതായത് ജനറലി ഞാൻ പറയുന്നത് നിങ്ങളിപ്പോൾ പഠിക്കാനായിട്ട് വന്നിരിക്കുന്ന, നിങ്ങളിപ്പോൾ ലാസ്റ്റ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാംസ് എഴുതിയിട്ടുണ്ടല്ലോ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നിങ്ങൾ എഴുതിയിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ലാസ്റ്റ് നിങ്ങൾ എഴുതിയിരിക്കുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാംസിൻ്റെ അത് എഴുതിയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിലും ഇനി അത് എഴുതിയിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ പ്രിലിംസിൻ്റെ സിലബസ് എടുക്കുക. ആ സിലബസ് വെച്ച് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിൻ്റെ പ്രിലിംസിൻ്റെ അതേ സിലബസ് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പഠിച്ച് സ്റ്റാർട്ട് ചെയ്യാം. ക്ലിയർ ആണോ? അപ്പോൾ നിങ്ങൾക്ക് ഏതാണ്, നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിലും ഇനി പഠിക്കാൻ തുടങ്ങുന്നവരാണെന്നുണ്ടെങ്കിലും നിങ്ങൾ പ്രിലിംസിൻ്റെ വെച്ച് തന്നെയാണ് പഠിത്തം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ആ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എടുക്കേണ്ട സിലബസ് നിങ്ങൾ അറിയാം, പുതിയ സിലബസ് വന്നിട്ടില്ല. അപ്പോൾ ഇനി ചേഞ്ചസ് ഉണ്ടാവും, ഒന്നും നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾ ഈ പറഞ്ഞാൽ നിലവിൽ നമുക്ക് ചേഞ്ചസ് ഒന്നും അവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലാത്ത സ്ഥിതിക്ക് നമ്മൾ ഏത് വെച്ചിട്ട് തന്നെ പഠിക്കാം. ഈ 2021 ശേഷം വന്നിട്ടുള്ള ഏതൊരു എക്സാമിൻ്റെ, അതായത് ഇപ്പോൾ ലേറ്റസ്റ്റ് നടന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിൻ്റെ പ്രിലിംസിൻ്റെ അതേ സിലബസ് വെച്ച് നിങ്ങൾക്ക് ഏത് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം, നിങ്ങൾക്ക് പ്രിലിംസ് പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. പ്രിലിംസിൽ തന്നെയാണല്ലോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിൻ്റെ പ്രിലിംസ് എക്സാമിൻ്റെ സിലബസ് എടുക്കുക. ആ ഒരു സിലബസ് ആണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇത് വെച്ച് നിങ്ങൾ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, ഞാൻ പറഞ്ഞല്ലോ 10 മാസമേ ഉള്ളൂ, നിങ്ങൾ പഠിച്ചു കൊടുക്കേണ്ട ടൈമായി. ഡിഗ്രി പ്രിലിംസിൻ്റെ സിലബസ് കുറച്ച് വൈഡാണ്. നിങ്ങളപ്പോൾ എന്ത് ചെയ്യുക, ഇപ്പോൾ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക പ്രിലിംസിൻ്റെ സിലബസ് വെച്ച്. അപ്പോൾ എല്ലാവർക്കും വരുന്നൊരു സംശയമാണ്, പ്രിലിംസ് നമുക്ക് ആദ്യം വരുന്നു, പക്ഷേ ഈ പറയുന്നത് പോലെ മെയ് ജൂൺ ജൂലൈ മാസങ്ങളിൽ നടന്നു കഴിഞ്ഞാൽ ഇതേ അടുത്ത ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ തന്നെ നമുക്ക് എന്തും എക്സ്പെക്ട് ചെയ്യാം, നമുക്ക് മെയിൻസും എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും വരുന്നൊരു സംശയമാണ്, നമ്മൾ പ്രിലിംസിന് ഫോക്കസ് കൊടുത്തു കഴിഞ്ഞാൽ മെയിൻസ് പഠിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ നമുക്ക് പ്രശ്നം വരുമോ എന്നുള്ളത് എല്ലാവർക്കും എന്താണ് ഒരു ഡൗട്ട് കാണും.
അപ്പോൾ അതിന് നമുക്ക് ഏതും കൂടെ ഒന്ന് ഡീകോഡ് ചെയ്യാം. നമുക്ക് നേരെ നമ്മുടെ മെയിൻസിൻ്റെ സിലബസിൽ ഞാൻ പറയുന്നു, നിങ്ങൾ പ്രിലിംസിന് പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾ പ്രിലിംസിനല്ല നിങ്ങൾ ആദ്യമേ ഫോക്കസ് കൊടുക്കേണ്ടത്. നിങ്ങൾ പ്രിലിംസിൻ്റെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ തന്നെ നിങ്ങൾ അതിന് കോൺട്രറി ആയിട്ട് തന്നെ നിങ്ങൾ ഏതിനും കൂടെ ഫോക്കസ് കൊടുക്കുക. പ്രിലിംസ് പ്ലസ് മെയിൻസ് എന്നുള്ള രീതിക്ക് തന്നെ വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. ഓക്കെ, അതിൻ്റെ ഏറ്റവും വലിയൊരു ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എടുത്തു കഴിയുമ്പോഴത്തേക്ക് ഇവിടെ കണ്ടല്ലോ, ഇവിടെ ഇംഗ്ലീഷ് അതുപോലെ മാത്സ് മലയാളം എല്ലാം കൂടെ നിങ്ങൾക്ക് 50 മാർക്സിനാണ് നിങ്ങൾക്ക് എവിടെ വരുന്നത്, പ്രിലിംസ് എക്സാമിന് നിങ്ങൾ വരുന്നത് അല്ലേ. പ്രിലിംസിന് 50 മാർക്കിനുള്ള നിങ്ങൾക്ക് ഓൾറെഡി അവിടെ വരുന്നുണ്ട്. പക്ഷേ ഈ സെയിം ഇംഗ്ലീഷ് മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് മലയാളം മാത്സ് നിങ്ങൾക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് ആകെ എത്ര മാർക്കേ വരുന്നുള്ളൂ, നിങ്ങൾക്ക് 30 മാർക്സിനേ വരുന്നുള്ളൂ. 30 മാർക്സിനേ വരുന്നുള്ളൂ. സോ ഇവിടെ ഞാൻ പറയുന്നത് പ്രിലിംസിന് വേണ്ടി നിങ്ങൾ ഈ 50 മാർക്കിനുള്ള ടോപ്പിക്ക് പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്രിലിംസിനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 50 മാർക്കിന് വരെ ഞാൻ പറഞ്ഞല്ലോ കോമൺ സിലബസ് ആണ്. മാത്സിനും അല്ലെങ്കിൽ എന്താണ് ഇംഗ്ലീഷിനും നമ്മുടെ ലാംഗ്വേജ് മലയാളത്തിനും എല്ലാം നിങ്ങൾക്ക് വരുന്നത് ഓൾമോസ്റ്റ് നമ്മുടെ 10th +2 ലെവൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള ആളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനെ അനുസരിച്ചുള്ള ഒരു സിലബസ് ഒക്കെ തന്നെയാണ് നിങ്ങൾക്ക് എവിടെയും വരിക, ഇവിടെയും വരിക. കുറച്ച് കാര്യങ്ങളെ നിങ്ങൾക്ക് ആഡ് ഓൺ ആയിട്ട് പഠിക്കാനുള്ളൂ. അപ്പോൾ ഈ ഒരു 50 മാർക്കിനുള്ള സാധനം നിങ്ങൾ ഈ ഒരു ടൈമിൽ തന്നെ പഠിച്ച് റിവിഷൻ എല്ലാം കംപ്ലീറ്റ് സിലബസ് മാത്സ് ഇംഗ്ലീഷ് എല്ലാം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പിന്നെ നിങ്ങൾ മെയിൻസിന് വേണ്ടി സെപ്പറേറ്റ് ഈ ഒരു 30 മാർക്കിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണ്ട, പഠിക്കണ്ട. അത് സെറ്റാണ്. നിങ്ങൾ ജസ്റ്റ് ഒരു റൗണ്ടും കൊണ്ടൊന്ന് റിവൈസ് ചെയ്താൽ മാത്രം മതി. അങ്ങനെയാണെങ്കിൽ ആ 30 മാർക്ക് നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞു, കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ ആണോ, സെറ്റാണോ? ദെൻ നമുക്ക് വരുന്നത് ഇവിടെ ഒരു 15 മാർക്കിന് നമുക്ക് കറണ്ട് അഫയേഴ്സ് ഉണ്ട്. ഈ കറണ്ട് അഫയേഴ്സ് നിങ്ങൾ പ്രിലിംസ് മെയിൻസ് എന്നുള്ള സംഭവം ഒന്നും വേണ്ട. നമുക്ക് ഈ പറഞ്ഞിട്ട് പ്രിലിംസിന് എന്തില്ല സെപ്പറേറ്റ് ആയിട്ട് കറണ്ട് അഫയേഴ്സ് ഒരു സെക്ഷൻ ആയിട്ട് വരുന്നില്ല. പക്ഷേ ഓഫ് കോഴ്സ് ഈ ടൈമിലെ കറണ്ട് അഫയേഴ്സ് നമുക്ക് മെയിൻസിന് വേണ്ടേ. അപ്പോൾ ഇപ്പോഴേ നിങ്ങൾ ഡെയിലി ബേസിസിൽ എന്ത് ചെയ്യുക, ഡെയിലി ബേസിസിൽ കറണ്ട് അഫയേഴ്സ് നിങ്ങൾ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. അങ്ങനെയാണെങ്കിൽ 1 by 1 നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ അവസാനം വന്നിട്ട് മെയിൻസിൻ്റെ സമയത്ത് ആ ഒരു സമയത്ത് ഇത്രയും മാസങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഒറ്റയടിക്ക് പഠിക്കാനായിട്ട് നിൽക്കണോ, വേണ്ട. ഡെയിലി ബേസിസിൽ നിങ്ങൾ പ്രിലിംസ് ടൈമിൽ തന്നെ മെയിൻസ് ഫോക്കസ് ചെയ്ത് തന്നെ എന്ത് ചെയ്യുക, കറണ്ട് അഫയേഴ്സ് പഠിച്ചു തുടങ്ങുക. ദെൻ നമുക്കിവിടെ പ്രിലിംസിൻ്റെ പഠിത്തം തുടങ്ങുമ്പോഴത്തേക്ക് ജനറൽ നോളജ് വരുമ്പോൾ നമുക്ക് ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, സിവിക്സ് നമുക്ക് ഏതിന് മാത്രം മതി, പ്രിലിംസിന് മാത്രം മതി. ഇവിടെ വരുമ്പോൾ നമുക്ക് എന്തില്ല, സിവിക്സ് വരുന്നില്ല. ദെൻ നമുക്ക് ഈ പറഞ്ഞാൽ എന്താണ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ആർട്സ് ലിറ്ററേച്ചർ. ഈ ആർട്സ് ലിറ്ററേച്ചർ ഈ കാര്യങ്ങളൊക്കെ ആർട്സ് ലിറ്ററേച്ചർ, ഈ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ, ഇമ്പോർട്ടൻ്റ് ആക്ട്, ഇതൊക്കെ നമുക്ക് എന്താണ്, ഇമ്പോർട്ടൻ്റ് ഓഫ് ആക്ട്, ഇമ്പോർട്ടൻ്റ് ആക്ട്സ് നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ, മെയിൻ സിലബസിലേ വരുന്നുള്ളൂ. അപ്പോൾ ഈ സയൻസ് ആൻഡ് ടെക്നോളജി ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് മെയിൻസ് ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. കാരണം എന്താണ്, സെയിം സിലബസ് ആണ്, ഇതെല്ലാം സെയിം സിലബസ് ആണ് നിങ്ങൾക്ക് വരുന്നത് അല്ലേ. പ്രിലിംസിൽ കോൺസ്റ്റിറ്റ്യൂഷൻ വരുമ്പോൾ മാത്രം കുറച്ച് ആഡ് ഓൺ നിങ്ങൾക്ക് പഠിക്കേണ്ടി വരും. ബട്ട് സ്റ്റിൽ പ്രിലിംസിൻ്റെ അതേ സാധനം തന്നെ വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാം, പ്രിലിംസ് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ മെയിൻസിലേക്കുള്ള ടോപ്പിക്കുകളാണ് പഠിക്കുന്നത്. അതുകൊണ്ട് ആ രീതിയിൽ തന്നെ മെയിൻസ് ഫോക്കസ് ചെയ്ത് തന്നെ ഈ ജനറൽ ടോപ്പിക്കുകളെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിക്കാനായിട്ട് പറ്റും. പിന്നെ ഇതിൽ പറയുന്നത് ഈ പറഞ്ഞിട്ട് സിവിക്സ് മാത്രം നിങ്ങൾ പ്രിലിംസിന് മാത്രം എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ടൊന്ന് പഠിക്കണം. ഇവിടെ വരുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ ലൈഫ് സയൻസ് അതുപോലെ നമ്മുടെ ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ ഇവിടെ വരുമ്പോഴത്തേക്ക് എന്താണ് നമുക്ക് ഈ പഠിക്കാനായിട്ടില്ല. ഇവിടെ വരുമ്പോഴത്തേക്ക് അല്ലേ പ്രിലിംസിൽ നമുക്ക് ഫിസിക്സ് കെമിസ്ട്രി ഒന്നും സെപ്പറേറ്റ് ഒരു സാധനമായിട്ട് വരുന്നില്ല. ഇവിടേക്ക് വരുമ്പോൾ ഈ ഫിസിക്സ് കെമിസ്ട്രി ഇങ്ങനത്തെ നമുക്ക് സെപ്പറേറ്റ് വരുന്ന അല്ലേ, ലൈഫ് സയൻസ്, കേരള ഗവേണൻസ്, ഇതൊക്കെ നമുക്ക് മെയിൻസിന് മാത്രം വരണ്ടേ അല്ലേ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ മെയിൻസ് ഫോക്കസ് ചെയ്തിട്ട് പിന്നീട് നിങ്ങൾ പഠിച്ചു തുടങ്ങിയാൽ മതി. ചെറിയ രീതിയിൽ വേണമെങ്കിൽ എന്ത് ചെയ്യുക, പ്രിലിംസിൻ്റെ ടൈമിൽ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് വെക്കുക അല്ലേ. ബാക്കി സാധനങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രിലിംസിന് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ഏത് ലെവലിൽ തന്നെയാണ് പഠിച്ചു തുടങ്ങുന്നത്, മെയിൻസിന് വേണ്ടി തന്നെയാണ് പഠിച്ചു തുടങ്ങുന്നത്. അപ്പോൾ മെയിൻസ് ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കുക. മെയിൻസിന് സെപ്പറേറ്റ് വരുന്ന ഈ ലൈഫ് സയൻസ്, കേരള ഗവേണൻസ് ഒക്കെ ചെറിയ ചെറിയ ടോപ്പിക്കുകളാണ്. അത് മാത്രം ഡെയിലി നിങ്ങൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ തന്നെ ഈ ഒരു മാസത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കവർ ചെയ്യാനായിട്ട് പറ്റും. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രിലിംസ് കഴിഞ്ഞിട്ടായാലും പിന്നെ ഫോക്കസ് കൊടുത്ത് പഠിക്കാനായിട്ട് പറ്റും. സോ അങ്ങനെ പഠിക്കുക അല്ലേ, അങ്ങനെ പഠിക്കാവുന്നതല്ലേ ഉള്ളൂ. ബാക്കി ഞാൻ ഈ പറഞ്ഞതിനെല്ലാം നിങ്ങൾക്ക് വരുന്ന പ്രിലിംസ് ആയാലും മെയിൻസ് ആയാലും കോമൺ സിലബസ് ആണ്. ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ഒക്കെ നമ്മൾ പറഞ്ഞാൽ ഒറ്റപ്പെടുത്തി തന്നെ എന്ത് ചെയ്യുക, കവർ ചെയ്യുകയും ചെയ്യുക. സോ ഈ ഒരു സ്ട്രാറ്റജിക് പ്ലാനിലൂടെ നിങ്ങൾക്ക് പ്രിലിംസിൻ്റെ സമയത്ത് തന്നെ നിങ്ങൾക്ക് ഏതിനുള്ള പഠിത്തവും സ്റ്റാർട്ട് ചെയ്യാം, മെയിൻസിലേക്ക് ഫോക്കസ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ഇങ്ങനത്തെ സ്ട്രാറ്റജിക് പ്ലാൻസിലൂടെ മാത്രമേ നമുക്ക് ഇത്രയും അടിപൊളി ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടുള്ള കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, നോട്ടിഫിക്കേഷന് മുൻപേ പഠിച്ചു തുടങ്ങി ഓൺ ടൈം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റൂ. സോ ഈ ഒരു സ്ട്രാറ്റജിക് പ്ലാൻസിലൂടെ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ ഇനി ഒരുപാട് പ്ലാൻസിലൂടെ ഒരുപാട് ടെക്നിക്കുകളിലൂടെ ഈ ഒരു നോട്ടിഫിക്കേഷന് മുൻപ് തന്നെ നമ്മൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എക്സാംസിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെല്ലാവരും നമുക്ക് നോട്ടിഫിക്കേഷൻ തൊട്ട് തന്നെ പഠിച്ച് സെറ്റാക്കി ജോലി നേടണം എന്ന് ആഗ്രഹമുള്ളവരെല്ലാം
കോൺടാക്ട് നമ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഴ്സിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും. ആൻഡ് നമ്മുടെ ആപ്പിലും ഈ ഒരു കോഴ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ട് ഫോക്കസ് സെക്ഷൻസ് കൂടാതെ തന്നെ കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് ഡെയിലി ബേസിസിലും വീക്ക്ലി ബേസിലും മന്ത്ലി ബേസിലും എല്ലാം പ്രൊവൈഡ് ചെയ്യും. ആൻഡ് അപ് ടു ഡേറ്റ് ഫോക്കസ് സെക്ഷൻസ് നിങ്ങൾക്ക് മെന്റർഷിപ്പ് സപ്പോർട്ടോടുകൂടി തന്നെ ഒരു ഡെയിലി സ്റ്റഡി പ്ലാൻ നിങ്ങളുടെ പഠിത്തം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ മാക്സിമം യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും കോൺടാക്ട് നമ്പറിലേക്ക് വിളിക്കുക. ഇതുപോലെ ഈ ഒരു എക്സാമിൻ്റെ ബാക്കി ഡീറ്റെയിൽസുമായിട്ട് അപ്കമിങ് വീഡിയോസിൽ നമ്മൾ കാണുന്നതായിരിക്കും. ബാക്കി ഡീറ്റെയിൽസ് അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ എല്ലാവരും ചാനൽ ഫോളോ ചെയ്യുക, ഡീറ്റെയിൽസ് എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കുക. സോ എൻ്റെ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത സെക്ഷനിൽ കാണാം. സോ സീ യു, ബൈ ബൈ.